എല്ലാ പ്രേക്ഷകർക്കും വിദേശ വാർത്താരംഗം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം ഇറാനിയൻ മിസൈൽ ആക്രമണത്തിൽ പരാജയപ്പെട്ടു എന്ന അവകാശവാദത്തോടെ സമൂഹമാധ്യമങ്ങളിൽ നിരവധി വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. രാത്രി ആകാശത്ത് കാണുന്ന തിളക്കങ്ങളും സ്ഫോടനങ്ങളും തെളിവായി നിരത്തിയാണ് പലരും ഈ വാദം ഉയർത്തുന്നത്. എന്നാൽ ഈ വീഡിയോകളെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ചിത്രം കൂടുതൽ സങ്കീർണമാണെന്ന് മനസ്സിലാക്കാം. മാർച്ച് 11-ന് ഇറാനും ഇസ്രായേലും തമ്മിലുണ്ടായ പ്രത്യാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോകൾ പുറത്തുവന്നത്. ടെൽ അവീവ്, പെറ്റ തിക്വ തുടങ്ങിയ നഗരങ്ങളിൽ അയൺ ഡോം തകർന്നു എന്ന രീതിയിലാണ് പ്രചാരണം. എന്നാൽ പല വീഡിയോകളിലും കൃത്യമായ സമയമോ സ്ഥലമോ വ്യക്തമല്ല. അവ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന അടിക്കുറിപ്പുകളോടെയാണ് പങ്കുവെക്കപ്പെടുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധം അയൺ ഡോമിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നതാണ് പ്രധാന കാര്യം. ഹ്രസ്വദൂര മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കാനാണ് അയൺ ഡോം ഉപയോഗിക്കുന്നത്. എന്നാൽ ദീർഘദൂര മിസൈലുകളെ നേരിടാൻ ഡേവിഡ് എസ് സ്ലിംഗ്, ആരോ 2, ആരോ 3, ആരോ തുടങ്ങിയ മറ്റ് സംവിധാനങ്ങളാണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. ഇതിന് അമേരിക്കയുടെ പിന്തുണയുമുണ്ട്. അതിനാൽ ആകാശത്ത് കാണുന്ന തിളക്കങ്ങൾ അയൺ ഡോമിന്റെ പരാജയമാകണമെന്നില്ല, മറിച്ച് മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈലുകളെ തകർക്കുന്നതാകാം. മിസൈലുകൾ ആകാശത്തുവെച്ച് തകർക്കപ്പെടുമ്പോഴും അതിന്റെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടാകാം. ഇത് നേരിട്ടുള്ള പ്രഹരമായി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ലോകത്തെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനവും 100% കൃത്യത അവകാശപ്പെടുന്നില്ല. ഒരേസമയം വലിയ തോതിൽ മിസൈലുകൾ വിക്ഷേപിക്കുന്ന ഇറാനിയൻ തന്ത്രം സാച്ചുറേഷൻ ടാക്ടിക് പ്രതിരോധ സംവിധാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. മിക്ക മിസൈലുകളും തകർക്കപ്പെടുന്നുണ്ടെങ്കിലും ചിലത് ജനവാസ മേഖലകളിൽ വീഴുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പെറ്റ തിക്വ, ബിനെ ബ്രാക്ക് എന്നിവിടങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിരോധം പൂർണ്ണ പരാജയമാണെന്നോ അല്ലെങ്കിൽ അത് മാറ്റമില്ലാത്തതാണെന്നോ പറയാൻ കഴിയില്ല. ഇറാൻ ഉപയോഗിക്കുന്ന അത്യാധുനിക മിസൈലുകൾ പ്രതിരോധിക്കാൻ പ്രയാസകരമാണ്. സമൂഹമാധ്യമങ്ങളിലെ വൈകാരികമായ പ്രതികരണങ്ങൾ പലപ്പോഴും വസ്തുതകളുമായി പൊരുത്തപ്പെടാറില്ല. നിലവിൽ ഇസ്രായേൽ വലിയ സമ്മർദ്ദത്തിലാണെങ്കിലും അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി തകർന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.